ഈ ബോധം എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ, അതായത് ഉറുമ്പ് മുതൽ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെയുള്ള എല്ലാ വ്യക്തികളുടെയും ഉള്ളിൽ ഞാനുണ്ട് എന്നിങ്ങനെ സദാ പ്രത്യക്ഷമായി അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഈ ഞാൻ ഓരോ ശരീരത്തിലും പ്രത്യേകം ആണെന്ന് തൽക്കാലം തോന്നുന്നു. വാസ്തവത്തിൽ അങ്ങനെയല്ല. ഭേദചിന്തയും രാഗദ്വേഷവും ഒഴിവാക്കി ഞാൻ എന്ന അനുഭവത്തെ ശുദ്ധീകരിക്കുമെങ്കിൽ ഈ ഞാൻ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന, അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം അഥവാ ബ്രഹ്മം ആണെന്ന് ആർക്കും അനുഭവത്തിൽ തന്നെ തെളിഞ്ഞു കിട്ടും. അങ്ങനെ അഖണ്ഡ ബോധമായി തെളിയുന്നതോടുകൂടി അത് ശുദ്ധ ആനന്ദമാണ് എന്നും വ്യക്തമായി മനസ്സിലാവും. അപ്പോൾ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ബോധമാണ് സത്യമെങ്കിൽ അതിൽ മറ്റൊരു വസ്തു യഥാർത്ഥത്തിൽ ഉണ്ടാകാനേ സാധ്യമല്ല. അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന വസ്തു ഇല്ലാത്ത സ്ഥലത്ത് വേണ്ടേ പുതിയൊരു വസ്തു ഉണ്ടാവാൻ? ഗുരുദേവൻ തന്നെ പറയുന്നു, ഈ സത്യം അകവും പുറവും തിന്നും മഹിമാവാർന്ന സത്യമാണ്. അങ്ങനെ സർവവ്യാപിയായ ഒരു സത്യം ഉണ്ടെന്ന് വന്നാൽ വേറെ പുതിയ ഒരു വസ്തുവും ഉണ്ടാകാനേ സാധ്യമല്ല. ഇത് നല്ലവണ്ണം ചിന്തിച്ച് മനസ്സിലാക്കുക. അതില്ലാത്തടത്ത് വേണ്ടേ പുതിയ വസ്തു ഉണ്ടാവാൻ? അപ്പൊ പലത് കാണുന്നത് എങ്ങനെയാണ്? അത് ആ വസ്തു തന്നെ പലതായി തോന്നുന്നു. പലത് നാമരൂപങ്ങൾ, വസ്തുവല്ല. സ്വർണം ആഭരണ നാമരൂപങ്ങളായി മാറുന്നു. അവിടെ സ്വർണമല്ലാതെ പുതിയ വസ്തു ലേശം പോലുമില്ല. എത്രയെത്ര നാമരൂപങ്ങൾ ഉണ്ടായി മറഞ്ഞാലും വസ്തു സ്വർണം മാത്രം. അതുപോലെ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബോധത്തിൽ അമീബ മുതൽ സൂര്യചന്ദ്രാദി ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വരെ എന്തെല്ലാം നാമരൂപങ്ങൾ ഉണ്ടായി മറഞ്ഞാലും വസ്തു ബോധം മാത്രം. പുതിയ മറ്റൊരു വസ്തുവും നിലവിലില്ല, ഇനി ഉണ്ടാകാൻ സാധ്യവുമല്ല. ഇത് ശാസ്ത്രീയമായി ചിന്തിച്ചോർമ്മിക്കുക. എങ്ങും നിറഞ്ഞ ഒരു വസ്തുവും പിന്നെ മറ്റു പല വസ്തുക്കളും ഒരുമിച്ച് നിൽക്കാനേ സാധ്യമല്ല. അതുകൊണ്ട് പലത് കാണുന്നുണ്ടെങ്കിൽ ആ കാണുന്നതൊക്കെ വെറും ഭ്രമം. ഏതുപോലെ സ്വപ്നം കാണുന്നത് പോലെ ഒരാൾ ഉറങ്ങിക്കിടക്കുന്നു, സ്വപ്നത്തിൽ പല വസ്തുക്കൾ കാണുന്നു. വാസ്തവത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ആളല്ലാതെ പുതിയ ഒരു വസ്തുവും ഇല്ല. കാണുന്നു, ഉണർന്നാൽ നല്ലവണ്ണം വ്യക്തമാകുന്നു, സ്വപ്നത്തിൽ കണ്ടതൊന്നും ഇല്ല. അതുപോലെ സത്യം വിചാരം ചെയ്തുറച്ചാൽ പലതില്ലേയില്ല. ഈ അടിസ്ഥാന തത്വം ശാസ്ത്രീയമായി വിചാരം ചെയ്ത് നല്ലവണ്ണം ഉറപ്പിക്കുക. ഇവിടെ പലതില്ല. ഭേദചിന്തയ്ക്ക് ഒരു പ്രസക്തിയുമില്ല. ഭേദചിന്ത ഇല്ലെന്ന് വന്നാൽ രാഗദ്വേഷങ്ങളും ഇല്ല. മനസ്സ് ശുദ്ധമാവും. അതോടുകൂടി ഞാൻ ലോകമെങ്ങും നിറഞ്ഞു നിൽക്കുന്ന ബ്രഹ്മമാണ് എന്നനുഭവിക്കാറാവും. ബ്രഹ്മം അഖണ്ഡ ബോധം. ഇത്രയും കാര്യങ്ങൾ, അടിസ്ഥാന തത്വങ്ങൾ മനസ്സിൽ ഓർമ്മിക്കുമെങ്കിൽ ഇനി ആദ്യത്തെ 4 പദ്യങ്ങൾ വളരെ എളുപ്പം മനസ്സിലാവും. ആദ്യത്തെ 4 പദ്യങ്ങളിലും ഗുരുദേവൻ ഇത് തന്നെയാണ് വിശദീകരിക്കുന്നത്. ഇവിടെ ഒരു വസ്തുവേ ഉള്ളൂ, അത് നല്ലവണ്ണം ഓർമ്മിച്ചുകൊണ്ട് ജീവിക്കുക. ഇത് ശാസ്ത്രീയ സത്യം. ശാസ്ത്രീയ സത്യം പിടികിട്ടിയാൽ ആ സത്യത്തെ മുൻനിർത്തി ജീവിതത്തിന് രൂപം കൊടുക്കുക. സത്യം ആർക്കും വേണ്ടി മാറിത്തരില്ല. നമുക്ക് സത്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. സത്യവുമായി പൊരുത്തപ്പെട്ട് ജീവിക്കാൻ എന്താ വേണ്ടത്? ഭേദചിന്ത കളയണം. ജാതിഭേദം, മതദ്വേഷം,
എന്നൊക്കെ ഗുരുദേവൻ തന്നെ പറയുന്നില്ലേ? ഞാൻ, നീ, ശത്രുമിത്രം, അമീബ, മഹാവിഷ്ണു ഒക്കെ തുല്യം, ഒരു വ്യത്യാസവുമില്ല, ഒരു ഭേദവുമില്ല. ഇത് ഉറപ്പിക്കണം, ഓർമ്മിച്ചുറപ്പിക്കണം. ആരോടും പറഞ്ഞു തീരുമെന്നില്ല. ലോകവ്യവഹാരം ഒരു നാടകം പോലെ നടത്തിക്കൊണ്ടു പോകണം. ഒന്നിലും ദുഃഖിച്ചിട്ട് കാര്യമില്ല. കാരണം ഒരു വസ്തുവേ ഉള്ളൂ. അത് ജനിച്ചിട്ടില്ല, അത് ജീർണിക്കില്ല, അത് മരിക്കുകയുമില്ല. അതിൽ നാമരൂപങ്ങൾ ഉണ്ടാകുന്നതായി തോന്നുന്നു, നശിക്കുന്നതായി തോന്നുന്നു. വെറും ഭ്രമം. ദുഃഖമെല്ലാം ഭ്രമത്തെ ചിന്തിച്ചാണ്, അല്ലാതെ സത്യത്തെ ആസ്പദമാക്കിയല്ല. സത്യമറിഞ്ഞ ഒരാൾ ദുഃഖിക്കുകയില്ല. അതാണ് ഗീതയിൽ ഒക്കെ കൃഷ്ണനും ആദ്യന്തം ആവശ്യപ്പെടുന്നത്, ദുഃഖിക്കാതിരിക്കൂ. ദുഃഖിക്കുന്നത് അജ്ഞത. ഇത്രയും മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആത്മോപദേശ ശതക പദ്യങ്ങളിലേക്ക് കടക്കാം. ഇനി മനസ്സിലാക്കാൻ വളരെ എളുപ്പം. ഒന്നാമത്തെ പദ്യം: അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തു ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകളഞ്ചും ഉള്ളടക്കി തെരുതര വീണു വണങ്ങി ഓതിടേണം. നമ്മൾ നേരത്തെ പറഞ്ഞ ആ അടിസ്ഥാന തത്വം ഓർമ്മയുണ്ടെങ്കിൽ ഇതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ വളരെ എളുപ്പം. അറിവിലുമേറി, ഇവിടുത്തെ ഗുരുദേവൻ അറിവെന്ന പദം ബോധത്തിന്റെ പര്യായമായിട്ടാണ് സാധാരണ ഉപയോഗിക്കാറ്. പക്ഷെ ഇതിൽ ആദ്യത്തെ അറിവ് മനസ്സ്, ലൗകികമായ അറിവ്. മനസ്സിലാണല്ലോ സകല അറിവുകളും. നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തിത്വത്തെ മുൻനിർത്തി ഗുരുദേവൻ പറയുന്നു, നിങ്ങളുടെ വ്യക്തിത്വത്തിൽ സകലതും ആ ബോധം മാത്രം. അറിവിലുമേറി, അറിവെന്ന് വെച്ചാൽ മനസ്സ്, മനസ്സിനെയും കടന്ന്, ഏറി എന്ന് വെച്ചാൽ കടന്ന്, അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലും, അറിയുന്നവന്റെ ശരീരത്തിലും ഒരു ശരീരം. അപ്പം മനസ്സ് ശരീരം. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തും, ആ ശരീരത്തിന് പുറത്ത് എന്തെന്തെല്ലാം ഉണ്ടോ, അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ആയിക്കോട്ടെ, അതെല്ലാം. അപ്പോൾ അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു. ഇതിൽ സംശയം എന്താ? പുറത്ത് ഉജ്ജ്വലിക്കും, ഉജ്ജ്വലിക്കും, നിറഞ്ഞ് സ്പഷ്ടമായി സ്ഥിതി ചെയ്യുന്ന, ഉജ്ജ്വലിക്കുന്ന, നിറഞ്ഞ് തിങ്ങി പ്രകാശിക്കുന്ന. ബോധമില്ലെങ്കിൽ ഒന്നുമില്ല. ബോധമില്ലെങ്കിൽ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളില്ല. സ്വർണമില്ലെങ്കിൽ ആഭരണങ്ങളൊന്നുമില്ല. അപ്പോൾ ആഭരണങ്ങളിലൊക്കെ അകവും പുറവും നിറഞ്ഞ് തിങ്ങി നിൽക്കുന്ന വസ്തു സ്വർണം. അതുപോലെ ബോധമില്ലെങ്കിൽ ഈ ജഗത്തില്ല. ഇതൊക്കെ ഏത് കുട്ടിക്കും മനസ്സിലാകുന്ന ശാസ്ത്രീയമായ സത്യമാണ്. അപ്പോൾ പുറത്ത് ഉജ്ജ്വലിക്കും, പ്രകാശിച്ചു നിൽക്കുന്ന, ഉണ്ട്, കസേര ഉണ്ട്. അതിന്റെ അർത്ഥം തന്നെ കസേരയും ബോധമാണ്. ഉണ്ട് എന്നനുഭവിക്കുന്ന ഏത് വസ്തുവും ബോധമാണ്. ബോധത്തിന് മാത്രമേ ഉണ്ട് എന്ന അറിവ് സാധ്യമാവൂ. പുറത്തു ഉജ്ജ്വലിക്കും കരു. കരുവെന്ന് വെച്ചാൽ സത്ത്, ഈ ജഗത്തിന്റെ ശാസ്ത്രീയമായ സത്യം. കരു, സത്ത് നമ്മൾ പറയാറുണ്ടല്ലോ, പലതിന്റെയും കരു. ശാസ്ത്രീയ സത്യം. എന്താണ് ശാസ്ത്രീയ സത്യം? ഒന്നുകൂടെ ഓർമ്മിക്കുക. എങ്ങും നിറഞ്ഞു നിൽക്കുന്ന അഖണ്ഡ ബോധം. എങ്ങും നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ അത് നിശ്ചലമാണ്. നിശ്ചലം. എങ്ങും നിറഞ്ഞു നിൽക്കുന്നു, എങ്ങോട്ട് ചലിക്കും? നിശ്ചലമാണ്. അത് രാഗദ്വേഷമറ മാറി തെളിഞ്ഞാൽ ആനന്ദമാണ്. ശുദ്ധമായ ആനന്ദം. സത്ത്, ചിത്ത്, ആനന്ദം. സത്ത് ഉണ്മ, ഉണ്ട് എന്ന അനുഭവം. ചിത്ത് ബോധം, അത് ആനന്ദമാണ്. ഇതാണ് ഈ കരു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ സത്യം എന്നാണ് കരു എന്ന പദത്തിനർത്ഥം. ഈ കരുവിനെ നമുക്ക് പിടികിട്ടിയാൽ ഇനിയുള്ള പദ്യമൊക്കെ എളുപ്പം. ഈ കരുവിനെ കുറിച്ചാണ് പറയുന്നത്. അറിവിലും ഏറി
മനസ്സിനും ഉപരി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് ശരീരത്തിൽ നിറഞ്ഞ് അവനോട് മനസ്സിൽ നിറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിൽ നിറഞ്ഞ് ഈ ശരീരമൊക്കെ ബോധമയം. തൽക്കാലം ജഡശരീരമുണ്ടെന്ന് തോന്നുന്നു. വാസ്തവത്തിൽ ബോധമില്ലെങ്കിൽ ഒന്നുമില്ല. പുറത്ത് ഉജ്ജ്വലിക്കും. പുറത്ത് അനന്തകോടി ബ്രഹ്മാണ്ഡങ്ങൾ അവിടെയൊക്കെ പ്രകാശിച്ചു നിൽക്കുന്നു. തസ്യ ഭാസ സർവമിദം വിഭാതി. ആ ബോധത്തിന്റെ പ്രകാശത്തിലാണ് അമീവ മുതൽ സൂര്യചന്ദ്രന്മാർ വരെ ഉള്ളതായിത്തീരുന്നത്. ബോധമില്ലെങ്കിൽ ഒന്നുമില്ല. അത്യന്തം ലളിതമായ സത്യം ആവർത്തിച്ച് ചിന്തിക്കുക. ബോധമുണ്ടോ? ജഗത്തുണ്ട്. ബോധമില്ലേ? ജഗത്തില്ല. അതുകൊണ്ട് ബോധം തന്നെയാണ് ജഗത്തായി കാണപ്പെടുന്നത്. സ്വർണമുണ്ടോ? ആഭരണങ്ങളുണ്ട്. സ്വർണമില്ലേ? ആഭരണങ്ങളില്ല. അതുകൊണ്ട് സ്വർണം തന്നെയാണ് ആഭരണങ്ങളായി കാണപ്പെടുന്നത്. അങ്ങനെ പുറത്തു ഉജ്ജ്വലിക്കും കരുവിന്, ആ സത്യത്തിന് കണ്ണുകളഞ്ചും ഉള്ളടക്കി ആ സത്യത്തെ വേണ്ടവണ്ണം അറിഞ്ഞനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയ വിഷയങ്ങൾ ഉപശമിക്കണം. മനസ്സ് ഇന്ദ്രിയങ്ങളുടെ ഓരോ വിഷയത്തിന്റെയും പിന്നാലെ പോയിക്കൊണ്ടിരുന്നാൽ ഈ സത്യം അനുഭവപ്പെടില്ല. ശബ്ദം വേറെ, രൂപം വേറെ, ചെവി അനുഭവിപ്പിക്കുന്ന ശബ്ദം, കണ്ണ് അനുഭവിപ്പിക്കുന്ന രൂപം, ഇതൊക്കെ വേറെ വേറെയാണ് എന്ന് ചിന്തിച്ച് മനസ്സ് അവയുടെ പിന്നാലെ പായുകയാണെങ്കിൽ നിറഞ്ഞു നിൽക്കുന്ന ഏകസത്യം എങ്ങനെ തെളിയും? രൂപം വേറെ, ശബ്ദം വേറെ. അതുകൊണ്ട് ഈ സത്യത്തെ അനുഭവിക്കണമെങ്കിൽ ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിക്കണം. ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിക്കുന്നത് എങ്ങനെയാ? ബലാൽ ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കുകയല്ല. കണ്ണുകൊണ്ട് കാണുന്ന രൂപവും ബോധം തന്നെ എന്നുറപ്പിക്കണം. പ്രത്യേകം രൂപം എന്നൊന്നില്ല. രൂപം ബോധത്തിൽ തോന്നുന്ന ഒരു ഭ്രമം. ഭ്രമമെല്ലാം അന്തിമ വിശകലനത്തിൽ വസ്തു തന്നെ. കയറിൽ സർപ്പം കാണുന്നു. സർപ്പം ഭ്രമം, കയറ് വസ്തു. പക്ഷേ അന്തിമ വിശകലനത്തിൽ കാണുന്ന സർപ്പവും കയറു തന്നെ. ആർക്കും സംശയിക്കാൻ സാധ്യമല്ലല്ലോ. മരുഭൂമിയിൽ കാനൽ ജലം കാണുന്നു. മരുഭൂമി വസ്തു, കാനൽ ജലം ഭ്രമം. പക്ഷേ അന്തിമ വിശകലനത്തിൽ കാനൽ ജലവും മരുഭൂമി തന്നെ. മരുഭൂമി അല്ലാതെ അവിടെ പുതിയ ഒരു കാനൽ ജലം ഇല്ലേ? ഇല്ല. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഓരോ വിഷയവും അനുഭവിക്കുമ്പോൾ അതൊക്കെ ബോധമാണ്, ബ്രഹ്മമാണ്, ശാസ്ത്രീയമായ ഈശ്വര സത്യമാണ് എന്ന് ഓർമ്മിക്കണം. ശാസ്ത്രീയമായ ഈശ്വരൻ ബോധമാണ്. മറ്റെല്ലാ ഈശ്വരന്മാരും സങ്കല്പം, ഭ്രമം, നാമരൂപഭ്രമം. ബോധത്തിലെ ഒരു നാമരൂപഭ്രമമാണ് വിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ. ബോധത്തിലെ ഒരു നാമരൂപഭ്രമമാണ് ക്രിസ്തുവും നബിയും ബുദ്ധനും എല്ലാവരും. നാമരൂപങ്ങളുണ്ടോ? ബോധത്തിലെ ഭ്രമം. എല്ലാ നാമരൂപങ്ങളിലും വസ്തുബോധം മാത്രം. വളയിലും മാലയിലും മോതിരത്തിലും ഒക്കെ വസ്തു സ്വർണം മാത്രം. നാമരൂപങ്ങൾ പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ട് പുതിയ വസ്തു അണുപോലും ഉണ്ടാവുന്നില്ല. ഇതോർമ്മിച്ച് അവിടെ നല്ലതെന്നോ ചീത്തയെന്നോ വികൃതമെന്നോ സുന്ദരമെന്നോ ഒരു വ്യത്യാസമില്ല. ഒരേ സ്വർണം കൊണ്ട് കടുവയുടെയും ഗുരുവായൂരപ്പന്റെയും രൂപമുണ്ടാക്കി മുമ്പിൽ വച്ചിരിക്കുന്നു എന്ന് വെക്കുക. രണ്ട് രൂപം കാണുന്നു, രണ്ടിലും വസ്തു സ്വർണം. അതുകൊണ്ട് നല്ലതെന്നോ ചീത്തയെന്നോ വിഭജിക്കാതെ ബോധത്തെ, ബ്രഹ്മത്തെ, ശാസ്ത്രീയമായ ഈശ്വരനെ കണ്ടെത്തുക. എന്തിലും, ഏത് വൈകൃതത്തിലും, ഏത് വൈരൂപ്യത്തിലും, ഏത് സൗന്ദര്യത്തിലും ഈശ്വരൻ മാത്രമുള്ളത്. മറ്റൊക്കെ നാമരൂപഭ്രമം. എപ്പോഴും അത് ഓർമ്മിക്കുക. ശാസ്ത്രീയമായ ഈശ്വരതത്വം, അഖണ്ഡ ബോധം, അതുതന്നെയാണ് ബ്രഹ്മം.
അതെങ്ങും നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ അതല്ലാതെ മറ്റൊരു വസ്തു ഉണ്ടാകാനേ സാധ്യമല്ല. ആരെത്ര കണഞ്ഞു പരിശ്രമിച്ചാലും മറ്റൊരു വസ്തു ഉണ്ടെന്ന് തെളിയിക്കാൻ സാധ്യമല്ല. പിന്നെ പലത് കാണുന്നത് വെറും നാമരൂപം. പുറത്തു ഉജ്ജ്വലിക്കും കരുവിനു കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി ഇന്ദ്രിയങ്ങളെ ഉപശമിപ്പിച്ച്, അതായത് ഇന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന എന്തും ആ ബ്രഹ്മം തന്നെ ഈശ്വരൻ തന്നെ എന്നുറപ്പിച്ച്, അതാണ് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി. എഴുത്തച്ഛൻ പറയാറില്ലേ, യാതൊന്നും കണ്ടതത് നാരായണ പ്രതിമ, എന്തുമാവട്ടെ കണ്ണുകൊണ്ട് കാണുന്നത് നാരായണ പ്രതിമ. യാതൊന്നു കേട്ടതതു നാരായണ ശ്രുതികൾ, എന്തുമാവട്ടെ കേൾക്കുന്നതൊക്കെ നാരായണ നാമങ്ങൾ. അത് നല്ല നാമമെന്നോ ചീത്തനാമമെന്നോ ഒന്നും പ്രസക്തമല്ല. കാരണം ബോധമില്ലെങ്കിൽ ഒരു ശബ്ദവുമില്ല, ഒരു രൂപവുമില്ല, ഒരു ഇന്ദ്രിയവും ഒരു വിഷയവും അനുഭവിക്കില്ല. അങ്ങനെ കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി, 5 കണ്ണ്, 5 ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, രസന എന്നീ 5 ഇന്ദ്രിയങ്ങളും ഉള്ളടക്കി ഉള്ളിൽ അവയനുഭവിക്കുന്ന വിഷയങ്ങളൊക്കെ സത്യമാണ് എന്നോർമ്മിച്ച് എന്നാണ് ഉള്ളടക്കി. ബലാത്കാരമായി ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കി എന്നൊക്കെ വ്യാഖ്യാനിക്കാം. പക്ഷെ എളുപ്പമല്ല. ബലാൽ ഇന്ദ്രിയങ്ങളെയൊക്കെ സത്യബുദ്ധിയില്ലാതെ പിടിച്ചടക്കാനൊന്നും എളുപ്പമല്ല. നേരെ മറിച്ച് ഇത് അത്യന്തം എളുപ്പം. കണ്ണുകൊണ്ട് എന്ത് കണ്ടാലും ബ്രഹ്മം, ചെവി കൊണ്ട് എന്ത് കേട്ടാലും ഈശ്വരൻ, നാക്കുകൊണ്ട് എന്ത് രുചിച്ചാലും ഈശ്വരൻ, മൂക്കുകൊണ്ട് എന്ത് മണത്താലും ഈശ്വരൻ, ത്വക്കുകൊണ്ട് എന്ത് സ്പർശിച്ചാലും ഈശ്വരൻ. ഈ ഒരു ചിന്താഗതി നമുക്ക് ഉറച്ചു കിട്ടാമെങ്കിൽ നമ്മൾ സ്വയം ഈശ്വരനായി മാറുന്നു. അതാണ് അതിന്റെ വ്യത്യാസം. ഇത് നമുക്ക് മനസ്സിൽ ഉറച്ചാൽ നാം സ്വയം ഈശ്വരനായി മാറുന്നു. അങ്ങനെ കണ്ണുകൾ 5 ഉള്ളടക്കി തെരുതര വീണു വണങ്ങി. എന്താ ഈ തെരുതര വീണു വണങ്ങുക? ശരീരം കൊണ്ട് വീണു വണങ്ങിയില്ലെങ്കിലും മനസ്സുകൊണ്ട് വണങ്ങുക. എന്ത് കണ്ടാലും മനസ്സുകൊണ്ട് വണങ്ങുക ഈശ്വരനാണ്. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ തെരുതര വീണു വണങ്ങാൻ പറ്റും? അത് മാത്രം നടക്കുമോ? നമുക്ക് വേറെ പല ജോലിയില്ലേ? അടുക്കളയിൽ പാചകം ചെയ്യണം, മാർക്കറ്റിൽ പോകണം. ഇവിടെയൊക്കെ തെരുതര വീണ് വണങ്ങുക എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കാണുന്നതൊക്കെ ഈശ്വരനാണ് എന്നോർമ്മിച്ച് മനസ്സാ വണങ്ങുക എന്നാണ്. മനസ്സുകൊണ്ട് ബഹുമാനിക്കുക. നമ്മൾ ഈശ്വരതത്വം, കാണുന്നതൊക്കെ ഈശ്വരതത്വം. എന്തെളുപ്പം! ഭാഗവതത്തിൽ കപിലൻ അമ്മയോട് പറയുന്നു, അമ്മേ, കൊട്ടാരത്തിലിരുന്ന് തെരുവിൽ കൂടെ പോകുന്ന സകല ജീവജാലങ്ങളെയും മനസ്സാ പ്രണമിക്കൂ. എന്തുകൊണ്ട്? അവയിലൊക്കെ ജഗതീശ്വരൻ ജീവരൂപത്തിൽ കടന്നു നിൽക്കുന്നു. അതുകൊണ്ട് മനസൈതാനി ഭൂതാനി പ്രണമേ എന്നാണ് അമ്മയോട് പറയുന്നത്. ഇത് നമ്മുടെ ആവശ്യമാണ്. ഒരു പട്ടി അതിലെ പോകുന്നു, അതിനെ ഈശ്വരനാണെന്ന് ഭാവന ചെയ്ത് വണങ്ങാൻ കഴിഞ്ഞാൽ ആ പട്ടിയെക്കുറിച്ചുള്ള എല്ലാ ദുർവിചാരങ്ങളും അതോടെ മാറി നമ്മുടെ മനസ്സ് പ്രസന്നമാവും. നമുക്ക് അതിരറ്റ ആനന്ദം അനുഭവിക്കാറാവും. എന്തെളുപ്പം ഇത്! ആരോടും പറയണ്ട. ഞാൻ ശ്രമിച്ചു നോക്കാറുണ്ട്, അങ്ങേറ്റം ഫലിക്കുന്നു. എന്തിനേയും ഈശ്വരനായി കാണുക. ഇത് ശാസ്ത്രം. ഒരു ഈശ്വരനെ ഇവിടെ നിലവിലുള്ളൂ. ആ ഈശ്വരനാണ് പട്ടിയായും പൂച്ചയായും ഉറുമ്പായും ഒക്കെ. ആ ബ്രഹ്മാദി പിപീലികാന്തധനുഷു പ്രോത്ത, ബ്രഹ്മാവ് മുതൽ ഉറുമ്പ് വരെയുള്ള സകല ജീവജാലങ്ങളിലും ആ ബോധസത്യം നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് നമ്മുടെ ആചാര്യന്മാർ നമ്മെ ശാസ്ത്രീയമായി പഠിപ്പിക്കുന്നത്. അപ്പോൾ തെരുതര വീണു വണങ്ങി, തെരുതര എന്ന് വെച്ചാൽ പോകുന്നിടത്തൊക്കെ വീണു വണങ്ങുക എന്ന് വെച്ചാൽ മനസ്സാ വീണു വണങ്ങുക. അതായത് ശരീരം കൊണ്ട് വീണു വണങ്ങുക എന്നുള്ളത് പ്രായോഗികമല്ല.
എല്ലായിടത്തും. അതുകൊണ്ട് മനസ്സുകൊണ്ട് വീണ് വണങ്ങുക. തെരുതെര വീണ് വണങ്ങി ഓതിടേണം. വണങ്ങി ഓതുക എന്ന് പറഞ്ഞാൽ നാം അനുഷ്ഠിക്കുന്ന എല്ലാ ക്രിയകളുടെയും ഒരു പ്രതിനിധി ആയി കണക്കാക്കാം. ഓർത്തുക. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഭഗവാനെ, ഞാൻ എന്തെന്ത് കർമ്മങ്ങൾ ചെയ്യുന്നുവോ അതെല്ലാം അങ്ങയുടെ ആരാധന. കർമ്മം എന്തുമാകട്ടെ അത് അങ്ങയുടെ പൂജ. യദ്യത് കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഗീതയിലൊക്കെ ഭഗവാൻ ആവർത്തിച്ചാവർത്തിച്ച് പറയുന്നു, നിങ്ങൾ ഭക്ഷിക്കുന്നത് പോലും ഭഗവതാരാധനമാക്കി തീർക്കൂ. എങ്ങനെ സാധിക്കും? ഭഗവാനെ ഓർമ്മിച്ചുകൊണ്ട് ഭക്ഷിക്കൂ. ചോറും ഭഗവാൻ, ഭക്ഷിക്കുന്ന കർമ്മവും ഭഗവാൻ. ഈ അദ്വൈതമൊക്കെ ആദ്യമേ പറഞ്ഞാലോ? ഈ അദ്വൈതമാണ് ഏറ്റവും എളുപ്പം. ഇതല്ലാതെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മനസ്സിനെ ആകെ കുഴപ്പത്തിലാക്കി മനസ്സതിലൊക്കെ ചെന്ന് പറ്റി വാസനാബദ്ധമായാൽ ഈ അദ്വൈതം പിന്നെ തലയ്ക്ക് കയറുകയില്ല. ശാസ്ത്രീയമായ സത്യം പിന്നെ പിടികിട്ടുകയില്ല. അതായത് ആ ഈശ്വരൻ, ഈ ഈശ്വരൻ കുറെ നാളായിട്ട് അതിനെയൊക്കെ പൂജിച്ച് ഒക്കെ വേണ്ടെന്നല്ല, അതും ഒക്കെ ഒരേ ഈശ്വരനായിട്ട് കാണുക. അല്ലാതെ അതൊന്നും വേണ്ടെന്നല്ല, ഈശ്വരനേ ഉള്ളൂ. എന്തിനേയും ഈശ്വരനായി പൂജിക്കുന്നതിന് ഒരു വിരോധവുമില്ല. പക്ഷെ അത് മാത്രമാണ് ഈശ്വരൻ, മറ്റൊന്നും ഈശ്വരനല്ല എന്ന് ചിന്തിച്ചു പോയാൽ ആകെ ഇരുട്ടായി പോകും. ആകെ ഇരുട്ട്. അത് ആത്മോപദേശശതകം 1-ാം പദ്യത്തിൽ തന്നെ ഗുരുദേവൻ അത്യന്തം വ്യക്തമാക്കുന്നു. തെരുതെര വീണു വണങ്ങി ഓതിയിടേണം. ഓതുക എന്നുള്ളത് മറ്റെല്ലാ ക്രിയകളുടെയും ഒരു പ്രതിനിധി. തെരുതെര വീണു വണങ്ങി നടക്കണം എന്ന് പറയുന്നതിന് പകരം ഓതുക എന്നുള്ള ഒരു ക്രിയ പറഞ്ഞു, അത്രയേ ഉള്ളൂ. പറയുക എന്നുള്ളതാണല്ലോ എപ്പോഴും ചെയ്യുന്ന ക്രിയ. അപ്പോ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് തെരുതെര വീണു വണങ്ങി നടക്കണം. തെരുതെര വീണു വണങ്ങി അവനവന്റെ കർമ്മങ്ങൾ ചെയ്യണം. ബിസിനസ്സാണെങ്കിൽ ബിസിനസ്, കൃഷിയാണെങ്കിൽ കൃഷി, കച്ചവടമാണെങ്കിൽ കച്ചവടം, ഓഫീസ് ജോലി, അതൊക്കെ തെരുതെര വീണു വണങ്ങി നടത്തണം. ഒക്കെ ജഗതീശ്വരനാണ് എന്ന് മനസ്സാ ഉറപ്പിച്ച്, മനസ്സാ എല്ലാറ്റിനെയും പ്രണമിച്ച് ആ ബ്രഹ്മബോധം ഉറപ്പാക്കി അവനവന്റെ കർമ്മങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഒരു സാധനാരൂപത്തിൽ അനുഷ്ഠിക്കേണ്ട കാര്യങ്ങളാണ്. ഉറപ്പ് വന്നാൽ പിന്നെ അത് സ്വാഭാവികം, സഹജമായിത്തീരും. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ഭാവനയും ആവശ്യമില്ല. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയാൽ, സത്യം ശാസ്ത്രീയമായി ഗ്രഹിച്ചാൽ, 1-ാമത്തെ പദ്യം മനസ്സിലാക്കാൻ ഒരു പ്രയാസമില്ല. എന്താ? നിങ്ങളുടെ മനസ്സിൽ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു, ശരീരത്തിൽ ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു, ലോകമെങ്ങും ഈശ്വരൻ നിറഞ്ഞു നിൽക്കുന്നു. അറിവിലുവേറി അറിഞ്ഞിടുന്നവൻ തൻ ഉരുവിലുമൊത്ത് ആ ശരീരത്തിലും നിറഞ്ഞ് പുറത്തും ജ്വലിക്കും. പുറത്ത് സർവത്ര പ്രകാശിച്ചു നിൽക്കുന്ന കരു, ആ സത്യം, അഖണ്ഡബോധം, ബ്രഹ്മം, ശാസ്ത്രീയമായ ഈശ്വര തത്വം. ആ തത്വത്തെ കരുവിന് കണ്ണുകൾ 5 ഉള്ളടക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നതൊക്കെ ആ സത്യത്തെയാണെന്ന് ഓർമ്മിച്ചുകൊണ്ട് ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. കാണുന്നിടത്തൊക്കെ, കേൾക്കുന്നിടത്തൊക്കെ, മണക്കുന്നിടത്തൊക്കെ ഈശ്വരൻ. ബോധമില്ലാതെ എന്ത് മണക്കാൻ? ഒന്നാലോചിച്ചാൽ എത്ര സ്പഷ്ടം. ബോധമില്ലാതെ എന്ത് രുചിക്കാൻ? രുചിക്കുന്നതൊക്കെ ഈശ്വരൻ. അങ്ങനെ തെരുതെര വീണു വണങ്ങി ഓതിടേണം. ഓതുക, ഏത് ക്രിയയും അനുഷ്ഠിക്കാം, ഒക്കെ ഈശ്വര പൂജ. വാസനാബദ്ധനായി മനുഷ്യൻ പലതരം കർമ്മങ്ങൾ അനുഷ്ഠിച്ചു എന്ന് വരാം. അവയിൽ നിന്നൊക്കെ പൊടുന്നനെ രക്ഷപ്പെടാൻ ആർക്കും സാധ്യമല്ല. അതൊക്കെ ഭഗവത് അർപ്പണമാക്കി തീർക്കുക മനസ്സുകൊണ്ട്. ഇന്ദ്രിയങ്ങളെയൊക്കെ അടക്കി ഇന്ദ്രിയങ്ങൾ കൊണ്ട് ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഈശ്വരപൂജയാണ് എന്ന് ഓർമ്മിച്ച് എല്ലാ കാഴ്ചകളെയും ബഹുമാനപൂർവ്വം വണങ്ങി
ജീവിതം നയിക്കൂ ഓതിടേണം എന്ന് പറഞ്ഞാൽ ജീവിതം നയിക്കൂ എന്നാണ് അർത്ഥം. അന്തിമമായി ഈ പദ്യത്തിലേക്ക് ഓരോ പദത്തിന് അതല്ലേ അർത്ഥം ഇതല്ലേ അർത്ഥം വാദിച്ചുകൊണ്ടിരുന്നിട്ടൊന്നും ഒരു കഥയുമില്ല. ജീവിതം നയിക്കൂ എന്ന് തന്നെയാണ് ഓതിടേണം എന്ന് പറയുന്നതിന്റെ അർത്ഥം. എല്ലാവരും പുസ്തകം വായിക്കുകയോ നാമം ജപിക്കുകയോ ചെയ്യുന്നതൊന്നും മാത്രമല്ല, അതൊക്കെ ഇതിനകത്ത് വരും. എല്ലാ കർമ്മങ്ങളും ഇതിനകത്ത് വരണം. അപ്പോൾ മാത്രമേ ആ പദ്യത്തിന്റെ അർത്ഥം നമുക്ക് വ്യക്തമായി ധരിക്കാൻ കഴിഞ്ഞു എന്ന് കരുതാൻ പറ്റൂ. അറിവിലുമേറി അറിഞ്ഞിടുന്നവൻ തന്നൊരുവിലുമൊത്തു പുറത്തു ഉജ്ജ്വലിക്കും കരുവിന് കണ്ണുകൾ അഞ്ചും ഉള്ളടക്കി തെരുതെര വീണു വണങ്ങി ഓതിടേണം. അതിഗംഭീരമായ അനുഭവത്തിന്റെ മാധുര്യത്തോടുകൂടിയാണ് ഗുരുദേവൻ ഈ പദ്യം ഇങ്ങനെ വിവരിച്ചിരിക്കുന്നത്. താൻ അനുഷ്ഠിച്ചതും ഇപ്പോൾ അനുഭവിക്കുന്നതുമായ കാര്യത്തെ വെളിപ്പെടുത്തുന്നുവെന്നർത്ഥം. ഇനിയുള്ള പദ്യങ്ങളും ഈ തത്വം ഓർമ്മിക്കുമെങ്കിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പം.